ഈ നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് ഈ റൂട്ട് കൃത്യമായിട്ട് കിട്ടാത്ത സംഖ്യകളുണ്ടല്ലോ. ഇപ്പൊ 25ന്റെ റൂട്ട് 5 എന്ന് നമുക്ക് കിട്ടും, പക്ഷെ റൂട്ട് 28ന്റെ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പൊ അത് ഡെസിമൽ വരും. അതെങ്ങനെ ഡെസിമൽ ഉൾപ്പെടെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പൊ 28നെ നമ്മൾ എന്ത് ചെയ്യണം? 28ന്റെ തൊട്ട് മുൻപ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 25. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 3. മക്കളെ, ഈ 25 ഉണ്ടല്ലോ, ഈ 25ന്റെ റൂട്ട് എത്ര? 5 പ്ലസ് പിന്നെ ഇവിടെ എത്ര ഉള്ളത്? 3 ഡിവൈഡഡ് ബൈ പിന്നെ ബാക്കിയുള്ള 3 ഡിവൈഡഡ് ബൈ ഈ 5 ഉണ്ടല്ലോ, 5ന്റെ ഇരട്ടി എത്ര? 10. അപ്പോൾ 5 പ്ലസ് 3 ഡിവൈഡ് ബൈ 10 എത്ര കിട്ടും? 0.3. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 5.3 എന്ന് കിട്ടും. ഇത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന പോലെ കൃത്യമായിട്ട് 5 അങ്ങനെ കിട്ടത്തില്ല. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 5.3 എന്ന് പറയാം. അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ച് ഏത് നമ്പറിൻ്റെ 2-3 നമ്പർ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഏത് നമ്പറിൻ്റെയും നമുക്ക് സ്ക്വയർ റൂട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം.